ഈ കിളിയാട്ടും പെണ്ണെ തിരികാവിൽ പോവാം, കരിവളയും ചാന്തും വാങ്ങി തിരികെ ഞാൻ കുടിയിലാക്കാന്ന് പറയുമ്പോൾ അവൾ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, കരിവളയും ചാന്തും വേണ്ട, കണ്ണെഴുതാൻ കരിമഷി വേണ്ട, കതിരാടും പാടം കാക്കാൻ കുടിയിൽ നീ വേണം, കതിരെല്ലാം കൊയ്യും വരെയും കരളിൽ തീയാണേ എന്ന് വെച്ചാൽ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ കരിവളയും കൺമഷിയൊന്നും എനിക്ക് വേണ്ട. പക്ഷെ ആ സ്ഥലത്ത് സാറിൻ്റെ ഒരു മ്യൂസിക് വന്നിട്ടുണ്ട്. അത് ഈ ആധുനിക കാലഘട്ടത്തിൽ തോന്നിക്കഴിഞ്ഞാൽ അതൊരു തരത്തിലൊരു കളിയാക്കൽ, ട്രോളിൻ്റെ ഒരു സ്വഭാവം അവിടെ വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ടൻ 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 ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോലും മറന്നു പോയിരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് രജനി സംസാരിക്കുമ്പോഴേ ഞാൻ പറയാം, നമ്മളത് ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. അതിന് വേറെ ഡയമെൻഷൻ. എന്നിട്ട് എന്താണ് അതിനെ കുറിച്ച്? അതെ, അവിടെ ശരിക്കും ആ പെണ്ണ് പറയുന്ന മറുപടിക്കൊപ്പം അവിടെ മ്യൂസിക് വന്ന് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ അതിനെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് വരുന്നതല്ല. ഒരു പാട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ വരികളും അതിൻ്റെ ഈണവും നമ്മുടെ ഹൃദയത്തിൽ കയറും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇപ്പോൾ വേറെ ആരെങ്കിലൊക്കെ ഏൽപ്പിച്ച് അവരുണ്ടാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വരികൾ അറിയുന്നില്ല, വല്ല തമിഴോ തെലുങ്കോ ഹിന്ദിക അവരൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ മ്യൂസിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. നമുക്ക് ഈ വരി കൂടി അറിയാവുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും ഡിസ്കസ് ചെയ്യണോ ഇവിടെ ഇങ്ങനെ ഒരു ബിറ്റ് വെച്ചാൽ എങ്ങനെയുണ്ട്. ഞങ്ങൾ തമ്മിലിരിക്കുമ്പോൾ കൂടുതൽ അതിൻ്റെ മ്യൂസിക് ബിറ്റുകൾ എന്തായിരിക്കണം ജോണർ എന്നുള്ള ഒരു ഡിസ്കഷൻ വരും. ഞാൻ ആ വരികൾക്കും കൂടി അപ്പം അക്കൂട്ടത്തിൽ വന്നിട്ടുള്ളതാണ് അതൊക്കെ. അതേ സാധനം ഇപ്പോൾ ഒരു പ്രാവശ്യം യാദൃച്ഛികമായി വന്നു എന്ന് പറയുമ്പോൾ രണ്ടാമത് കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറമ്പി പ്രിയദർശൻ സാറിന്റെ മുത്തശ്ശി കഥയിലുള്ള പാട്ടിൽ അതിലും ഉണ്ട് ഇതേപോലെ ചാരത്തു വന്നങ്ങാൻ കെട്ടിപ്പിടിച്ചാലോ. അതെ, അത് പിന്നെ അത് ഇടാതിരിക്കാൻ പറ്റില്ല. അത് ആ കീബോർഡിൽ നിന്ന് ഉണ്ടാക്കാൻ പാട്. കാരണം അന്ന് കാലത്ത് ഈ കമ്പ്യൂട്ടറൊന്നുമില്ല. ഞാനിത് ഗിറ്റാറും എൻ്റെ ഹാർമോണിയത്തിൽ വായിച്ചുകൊണ്ടാണ് ഈ പാട്ട് പ്രിയനെ കേൾപ്പിക്കുന്നത്. പ്രിയൻ്റെ ഒറ്റ വാക്കാ പറഞ്ഞല്ലോ, പാട്ട് എങ്ങനെ വേണമെങ്കിൽ ബിജിയും ചെയ്തു. പക്ഷെ ഇപ്പോൾ വായിക്കുക ഇത് ഇങ്ങനെ തന്നെ വരണം അങ്ങനെ. പക്ഷേ ഹാർമോണിയത്തിൽ വായിച്ചാൽ ശരിയാവില്ലോ, റെക്കോർഡ് ചെയ്യുമ്പോൾ മെനക്കിടാം. അപ്പം അത് ആ കീബോർഡ് വായിക്കുന്ന ആൾക്ക് അത് ടോൺ സെലക്ട് ചെയ്ത് അവസാനം നല്ലൊരു ടോണിൽ സെറ്റ് ചെയ്തു. അതൊക്കെ ഈ പാട്ട് ശരിക്കും സ്ട്രൈറ്റ് അവേ ഉണ്ടായോ? എല്ലാ പാട്ടുകളിലും ചെറിയൊരു ഫ്രിക്ഷൻ, നിങ്ങൾ തമ്മിലുള്ള സൗഹൃദമൊക്കെ ഉണ്ടാവും. കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറമ്പ് ഇത് തന്നെ. ഈ കമ്പോസിംഗ് ടൈമിലുള്ള രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറയുന്നതിന് വേറൊരു ഡയമെൻഷനാണിത്. കാരണം വെച്ചാല് കമ്പോസിങ് ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇന്നത്തെ പ്രിയനോ ഇന്നത്തെ ഫിലിം മേക്കിങ്ങോ അല്ല അന്ന്. പലപ്പോഴും നമ്മളിലൊക്കെ അവിടെ ചെല്ലുമ്പോൾ സബ്ജക്റ്റ് ഉണ്ടാവില്ല, സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ സിറ്റുവേഷൻ പെർഫെക്റ്റ് ആയിരിക്കും. നമുക്ക് പാട്ടിന്റെ സിറ്റുവേഷൻ പ്രിയൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അങ്ങേറ്റം കൺവിൻസിങ് ആയിരിക്കും, നമുക്കത് ധാരാളമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ അടുത്ത് പ്രിയൻ പറയുന്ന മുത്തശ്ശി കഥയുടെ ഇതിൽ പ്രിയ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പം എന്തിനാ പാട്ടുണ്ടാക്കുന്നത്? സ്ക്രിപ്റ്റ് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് പെട്ടെന്ന് പാട്ട് വേണമെന്ന് പറഞ്ഞേക്കുന്നത്. പാട്ടുണ്ടാക്കി അതിന്റെ ഫീലിൽ വേണം അതിനോടനുബന്ധിച്ചിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ. ഇത് ഇദ്ദേഹം മാത്രമല്ല, ഇങ്ങനെ ചില ഡയറക്ടേഴ്സ്, ഒരുപാടൊന്നുമില്ല. ഫാസിൽ സാറ് ആദ്യം നമ്മളുടെ അടുത്ത് കമ്പോസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലൊരു കഥയായിരിക്കും, അത് കഥ കേൾക്കാൻ സ്ക്രിപ്റ്റ് കേൾക്കാം. ആദ്യം 4 or 5 പാട്ട് നല്ലത് സിറ്റുവേഷൻസ് പറയും, അതിനുണ്ടാക്കണം. അത് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ മെയിൻ സ്ക്രീൻ ത്രെഡ് ഉണ്ടാവും. പക്ഷെ എൻ്റെ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന ആ വൈഡായിട്ടുള്ള സാധനം ഉണ്ടാകുന്നത് ഇതിനാണ്. പലപ്പോഴും സ്ക്രീൻ പ്ലേ ഉണ്ടായതിനു ശേഷം പാട്ടുണ്ടാക്കുമ്പോൾ പാട്ട് വളരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൺ ദോ ആ സിറ്റുവേഷൻ അത് 100% അല്ലെങ്കിൽ പുള്ളി അവിടെ സ്ക്രിപ്റ്റ് തിരുത്തി എഴുതി അത് 100% ആക്കും ഈ പാട്ട് ഉൾക്കൊള്ളിക്കാൻ. അങ്ങനെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന സംവിധായകരാണ്. അതുപോലെ പ്രിയൻ അങ്ങനെ തന്നെ. ഈ ഒരു സാധനം കിട്ടി ഇതിന്റെ ഊർജ്ജത്തിലാണ് പിന്നെ സ്ക്രിപ്റ്റ് അടിപൊളിയാവുന്നത്. അപ്പൊ ഈ ഇതിന് ആകെ സിറ്റുവേഷൻ പറഞ്ഞു. അപ്പൊ നമ്മള് എന്ന് പറഞ്ഞാല് കടപ്പുറത്ത്, അപ്പൊ കടലിൽ മഴ പെയ്യുന്നത് താൻ കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ കൊച്ചിയിലുള്ള നമ്മളെ സമയത്തോളം ഞങ്ങള് കടലിൽ മഴ പെയ്ത് തുടങ്ങുമ്പോൾ മഹാരാജസിന്റെ മുൻപിലുള്ള പാർക്കിൽ നിന്ന് മെല്ലെ നടന്ന് കോളേജിൽ എത്തിക്കഴിഞ്ഞിട്ടേ മഴയെത്തുള്ളൂ. അപ്പൊ കടലിൽ മഴ പെയ്യുന്നത് നമുക്ക് വളരെ ഫെമിലിയറാണ്. അപ്പോൾ കടപ്പുറത്ത് മഴ പെയ്തിട്ട് വിനീത് ഓടി വരികയാണ്. വിനീത് ഓടി വരുമ്പോൾ ഈ കരയിൽ കയറ്റി വെച്ചിരിക്കുന്ന വള്ളത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഓലയുടെ തുമ്പത്തുനിന്ന് വീഴുന്ന വെള്ളം, അത് നിരോഷ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ നെറ്റിയിൽ വീണ് കുങ്കുമം
പടരാൻ തുടങ്ങുമ്പോൾ ഇവൻ കൈവച്ച് കൊടുക്കുക, ഓ. വെള്ളം വീണത് ഒഴുകാതിരിക്കാൻ. ഇവിടുന്ന് പാട്ടിലേക്ക് പോകുന്നു. നമുക്കിത് ധാരാളമാണ്. പലപ്പോഴും കുങ്കുമത്തിന്റെ ആ ഒഴുക്ക് തന്നെ ധാരാളമാണ്. പലപ്പോഴും കുങ്കുമം ഉണ്ടാവാറില്ല, ഭസ്മം ഉണ്ടാവാറില്ല. അപ്പൊ ഇത്രയും കൊണ്ടിട്ട് തന്നെ. പക്ഷേ അപ്പൊ ഇയാള് പിറ്റേ ദിവസം തന്നെ പാട്ട് റെക്കോർഡ് ചെയ്യണം. ഇതിന്റെ ടെൻഷൻ ഉണ്ട്. ഇപ്പൊ ഇയാള് പറഞ്ഞ എന്തെങ്കിലും ഒന്ന് എഴുതിത്താ. ഇപ്പൊ ഇയാൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എഴുതുന്നത് വലിയ താല്പര്യമില്ല. കാരണം വെച്ചാല് ഇയാൾ എന്തിട്ട് കഴിഞ്ഞാൽ എഴുതാൻ പറ്റുമെന്നുള്ള ഉള്ളിലൊരു അഹങ്കാരം നമുക്കുള്ളതുകൊണ്ടിട്ട് താൻ ട്യൂൺ ഇട്ടാ മതി, എന്തെങ്കിലും എഴുതിത്താ ഇന്ന് ഇയാളെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ താൻ ട്യൂൺ ഇട്ടാ മതി എന്ന് പറഞ്ഞിട്ട് ഞാനും നിൽക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തു വന്നു. നല്ല മഴ. മദ്രാസിൽ പതിവില്ലാത്ത മദ്രാസിലെ മഴയ്ക്ക് നമ്മുടെ ഇവിടുത്തെ മഴയേക്കാൾ ശക്തി കൂടുതലായിരിക്കും. കാറ്റും അടുത്ത കോമ്പൗണ്ടിൽ നിൽക്കുന്ന ആര്യവേപ്പിന്റെ ഇലയില് മഴവെള്ളം ഇതായിട്ട് ആര്യവേപ്പിന്റെ ഇലയ്ക്ക് ഇങ്ങനെ ഇതിനിടക്ക് ഒരു കാറ്റ് വന്നിട്ട് ഒരടി അടിച്ചിട്ട് ഇതിലെ വെള്ളം മുഴുവൻ എൻ്റെ മേത്ത് ഇങ്ങനെ കുടഞ്ഞിട്ടിട്ട് പോയി. അപ്പൊ എനിക്ക് തോന്നിയതാണ്, കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാൽ അറിയാമോ കാട്ടുപോവേ, കരൾ കണ്ടൊന്നറിയാമോ കാട്ടുപോവേ. അപ്പൊ എനിക്കിഷ്ടായി. അപ്പൊ ഞാൻ നേരെ റൂമിലേക്ക് ചെല്ലുമ്പോ ഇയാള് അവിടെ ട്യൂൺ കിട്ടിയിട്ട് വന്നു. നമ്മുടെ മിണ്ടല്ലേ, കാരണം ഇത് വിട്ടു പോരുന്നില്ല. ഞാൻ വേഗം എഴുതി കൊടുത്തു. അപ്പൊ ഇയാൾ പറഞ്ഞു, താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ട്യൂൺ ഇട്ടത്. ഞാൻ ചോദിച്ചു, താൻ പറഞ്ഞിട്ടല്ലേ ഞാനിത് എഴുതിയത്. അവസാനം ഇയാള് ഞാൻ അങ്ങനെയാണെങ്കിൽ ആ ട്യൂണില് പാടാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ. പക്ഷേ ഇയാളിട്ട് ട്യൂണിൽ അത് പെർഫെക്റ്റ് ആയിരുന്നു. ആ ട്യൂണിലാണ് അത് ഏറ്റവും നന്നായിട്ട് പാടാൻ പറ്റുക. അതായത് ഞങ്ങളുടെ ചിന്തകൾ ഒരേ വേവ് ലെങ്തിലാണ്. എനിക്ക് വരികൾ അവിടെ സങ്കല്പിക്കാൻ പറ്റില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ഒരു ഭാവം ഞാൻ കണ്ടു. ആ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതെന്താണെന്ന് ഇയാൾക്ക് പാടാൻ പറ്റില്ലെങ്കിലും അവിടെ ഇങ്ങനെയാണ് ഒരു ട്യൂൺ വന്നാൽ അതിന് വരേണ്ട വരികൾ എന്താണെന്നാണ് അത് എഴുതിയത്. അടിപൊളി. അല്ല ഇതൊക്കെ ആൾക്കാർ വിശ്വസിക്കില്ല കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തള്ളുകഥയാണെന്ന് പറയും. ഇത് തള്ളുന്നതാണെന്നൊക്കെയല്ലേ പറയുള്ളൂ. കാരണം അതിന് തെളിവുണ്ട്. ആരാന്നറിയോ, ഞാൻ ഈ ട്യൂൺ ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൂടെ നമ്മുടെ ഇളയരാജ സാറിൻ്റെ ജ്യേഷ്ഠൻ പാവലർ ബ്രദേഴ്സ് അവരുടെ ഒരു മകനുണ്ട്. ഇവൻ അന്ന് എൻ്റെ കമ്പോസിങ് ഗിറ്റാർ വായിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ അവന് ഇതുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ വല്ലടിച്ചിട്ടാണ് ഈ ട്യൂൺ ഞാൻ പാടുന്നത്. പാടി ഉണ്ടാക്കിയതാണേ. അപ്പോഴേക്കുമാണ് ഇയാൾ വരുന്നത്. ഇത് പാടി കേൾപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതിനു മുമ്പ് ഇയാൾ ബഹളം വെച്ചിട്ട് അത് നോക്ക് ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് കോമ്പിനേഷൻ ആ ഒരു ലിറിക്കൽ പാറ്റേൺ ഉണ്ടല്ലോ. കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാൽ അറിയാമോ കാട്ടുപോവേ, കരൾ കണ്ടൊന്നറിയാം. ആ ഒരു ഫ്രേസ് ഒരു പക്ഷെ ഇയാൾ ഒരു ട്യൂൺ ഇട്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റില്ല.